അഹമ്മദാബാദ് കേരള സമാജത്തിൻ്റെ കേരള കൾച്ചറൽ ഫെസ്റ്റ് 2017 എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം, സുസ്വാഗതം. ഞാൻ സൗമ്യ. ഞാൻ ആതിര. ഈ തണുത്ത സായം സന്ധ്യയിലേക്ക് ഏവരെയും ഞങ്ങൾ ഊഷ്മളമായി വരവേൽക്കുന്നു. ഇവിടെ ചൂട് പകരുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മൈതാനത്തെ ഫുഡ് സ്റ്റാളുകൾ. എല്ലാവരുടെയും നോട്ടം അവിടേക്കാണെന്ന് അറിയാം. നല്ല നാടൻ വിഭവങ്ങളുടെ മണം ഉയരുമ്പോൾ തന്നെ എല്ലാവരും മനസ്സുകൊണ്ട് കേരളത്തിലേക്ക് എത്തുന്നതാണ്. പക്ഷേ ഫുഡ് ഫെസ്റ്റും കൾച്ചറൽ ഫെസ്റ്റും ചേർന്നാണ് നാം ഇന്ന് ഈ സായാഹ്നത്തെ അവിസ്മരണീയമാക്കുന്നത്. രുചിയും അഭിരുചിയും കൈകോർക്കുന്നു. രുചി കൂട്ടുവാൻ എന്തൊക്കെയുണ്ടെന്നോ? പഴംപൊരി, അച്ചപ്പം, നെയ്യപ്പം, പരിപ്പുവട, പപ്പടവട, ബോണ്ട, കുമ്പിളപ്പം, തീർന്നില്ല. ദോശ, തട്ടുദോശ, പൊറോട്ട, കപ്പ, മീൻകറി, ബിരിയാണി, പോരാത്തതിനോ നല്ല നാടൻ സദ്യയും പായസവും. അടിപൊളി. പിന്നെ ഈ തണുപ്പത്ത് ഊതി ഊതി കുടിക്കുവാൻ ചൂട് കട്ടൻ കാപ്പിയും ചുക്ക് കാപ്പിയും. വായിലെ വെള്ളം വന്നു അല്ലേ? വർഷത്തിൽ ഒരു ഫുഡ് ഫെസ്റ്റും കൊണ്ടൊന്നും തീരുമില്ല എന്ന് തോന്നണു. തീർച്ചയായും ആതിര, ഇതൊക്കെ കലവറയിലെ കാര്യങ്ങൾ. അണിയറയിലെ കാര്യങ്ങൾ കൂടി വിളമ്പണ്ടേ? ഒന്നാം തരം മോഹിനിയാട്ടം, കളരി, ഗർഭ, ഒപ്പന, മാർഗം കളി, തിരുവാതിര, ഫാഷൻ ഷോ. പിന്നെ നമ്മുടെ AKSൻ്റെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന തകർപ്പൻ നൃത്തങ്ങൾ. തീർന്നില്ല. കേരളത്തിൽ നിന്ന് തനത് കലാവിരുന്നുമായി കിടിലൻ ടീം എത്തിക്കഴിഞ്ഞു. തെയ്യവും തിരയും കണ്ടല്ലോ അല്ലേ? ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ജൂനിയർ മണിയും നമ്മോടൊപ്പം ചേരുന്നതായിരിക്കും. കോമഡി സ്റ്റാർസ് ചിരിയുടെ അമിട്ട് പൊട്ടിച്ചാൽ പിന്നെ ഈ തണുപ്പൊക്കെ പമ്പ കിടക്കും. പിന്നെ എന്തിനും പോകുന്ന ധർമ്മജനുണ്ടല്ലോ. ധർമ്മജന്റെ പരിപാടി കണ്ടാൽ ധർമ്മരാജൻ പോലും ഒന്ന് ചിരിച്ചു പോകും. എല്ലാവരും ഫുഡ് സ്റ്റാളിന് മുന്നിൽ വട്ടം കൂടാതെ ഈ സ്റ്റാളിന് മുന്നിലും വന്ന് ഇരിക്കണം എന്ന് മുന്നറിയിപ്പോടെ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. തീർച്ചയായും തുടങ്ങാം. പക്ഷേ അതിനു മുമ്പ് ഏതൊരു സൽക്കർമ്മത്തിൻ്റെയും തുടക്കം നാം വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് തൊട്ടുള്ളതാവണം. ഇന്ന് നമ്മുടെ ഈ AKS കൾച്ചറൽ ഫെസ്റ്റിന് തുടക്കം കുറിക്കുന്നതിനായി ഭദ്രദീപം കൊളുത്തി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ KM രാമചന്ദ്രൻ സർ, AKS പ്രസിഡന്റ്, ശ്രീ CV നാരായണൻ സർ, ജനറൽ സെക്രട്ടറി, ശ്രീ ഹരികൃഷ്ണ പിള്ളൈ സർ, വൈസ് പ്രസിഡന്റ്, ശ്രീ C ഗിരീശൻ സർ, വൈസ് പ്രസിഡന്റ്, ശ്രീ NS നായർ സർ, വൈസ് പ്രസിഡന്റ്, ശ്രീ നാരായണൻ K സർ, ട്രഷറർ, ശ്രീ സോമരാജ് C സർ, ജോയിന്റ് ട്രഷറർ, ശ്രീ NS ബാബു സർ, ജോയിന്റ് സെക്രട്ടറി, ശ്രീ രവീന്ദ്രൻ കുറുപ്പ് സർ, ജോയിന്റ് സെക്രട്ടറി, ശ്രീ രാജേന്ദ്രൻ സർ, ജോയിന്റ് സെക്രട്ടറി, ശ്രീ അലക്സ് ലൂക്കോസ് സർ, PRS, ശ്രീ രാജ്കുമാർ സർ, ആർട്ട് സെക്രട്ടറി, ശ്രീ മനു പിള്ളൈ സർ, ജോയിന്റ് ആർട്ട് സെക്രട്ടറി, ശ്രീ ജോൺ M സർ, സ്പോർട്സ് സെക്രട്ടറി, ശ്രീ E വിജയൻ സർ, AKS ന്യൂസ് എഡിറ്റർ, ശ്രീ ജയരാമൻ കടമ്പത്ത് സർ, ചീഫ് കോർഡിനേറ്റർ, മലയാളം മിഷൻ, ഗുജറാത്ത്. We request our special invitees to please join us for the light lamping ceremony. We welcome Mr. Jacob Matthew sir, past President Ahmedabad Kerala Samajam, Shri J.K. Shivan sir, General Manager State Bank of India, Professor Shibu Nair sir, Director, Carmel Education, Mumbai. ज्योतिर्परब्रह्म, दीपज्योतिर्जनार्दनः,
कुरुध्वं कल्याणम् आरोग्यं धनसम्पदः शुभं कुरुध्वं कल्याणम् आरोग्यं धनसम्पदः शत्रुबुद्धिविनाशाय दीपज्योतिर्नमोऽस्तुते അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാണാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവും പരിശുദ്ധ വേദാന്തം തീരാൻ അഖിലാദി നായക തവ തീരു മുന്നിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാതി തൃഷ്ണകളാകവേ നീങ്ങി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി ജനലോകം എപ്പോഴും ആനന്ദം തേടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. അഹമ്മദാബാദിലെ മലയാളികൾക്ക് അഭിമാനിക്കാൻ ഒരുപാട് സുവർണ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടും അഹമ്മദാബാദ് കേരള സമാജത്തിന് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുന്ന അഹമ്മദാബാദ് മലയാളികൾക്ക് സുപരിചിതനായ നമുക്കേവർക്കും പ്രിയങ്കരനായ നമ്മുടെ പ്രസിഡന്റ് ശ്രീ KM രാമചന്ദ്രൻ സാറിനെ അഭിമാന പുരസ്സരം ഞങ്ങൾ ഈ വേദിയിലേക്ക് സഹർഷം സവിനയം സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. വളരെ മെസ്മറൈസിങ് ഒരു പ്രോഗ്രാമിന് ശേഷം ഒരു ബോറൻ ഭാഷണം ആവശ്യമില്ല തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊരു ഇവൻറ്റിൽ ഇതാണ് അൺഅവോയ്ഡബിൾ എലിമെൻ്റ് അതിൻ്റെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ നമസ്കാരം. മനോഹരമായ ഈ സായാഹ്ന സന്ധ്യയിൽ അഹമ്മദാബാദ് കേരള സമാജം ഒരുക്കുന്ന കേരള കൾച്ചറൽ ഫെസ്റ്റിവൽ 2007 അതിൻ്റെ മാറ്റുകൂട്ടാനായി ഇന്നിവിടെ എത്തിയിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ സെൻട്രൽ കമ്മിറ്റി മെമ്പേഴ്സ്, വാർഡ് പ്രസിഡൻറ്റ്, സെക്രട്ടറീസ്, കമ്മിറ്റി മെമ്പേഴ്സ്, എഡിറ്റോറിയൽ ബോർഡ്, AK സ്കൂൾ ട്രസ്റ്റ്, ട്രസ്റ്റീസ് ആൻഡ് ടീച്ചേഴ്സ്, മലയാളം മിഷൻ വർക്കേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ടീച്ചേഴ്സ്, അതോടൊപ്പം തന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് ഗ്രൂപ്പ് വനിതാ വിഭാഗം കൂടാതെ എല്ലാ സമാജസ്നേഹികളായ അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയിരിക്കുന്ന വിവിധ സംഘടനകളുടെ നേതാക്കൾ, നമ്മുടെ ഈ പ്രോഗ്രാമിന് തന്നെ സഹായം നൽകി നമ്മളെ സഹായിച്ച സ്പോൺസേഴ്സ്, മറ്റു സമൂഹത്തിലെ വിശിഷ്ട വ്യക്തികൾ, എല്ലാവർക്കും ആദ്യമായി എൻ്റെ വിനീതമായ നമസ്കാരം. അഹമ്മദാബാദ് കേരള സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഏറ്റവും ആദ്യം നടന്ന കലോത്സവം 2000 കലോത്സവം 1 7000 പരം പങ്കെടുത്ത
ഔഡ ഗാർഡൻ തൊട്ടപ്പുറത്തെ വെന്യൂവിൽ പങ്കെടുത്ത് 2009 ഡിസംബർ 9 15,000 പേര് പങ്കെടുത്ത കലോത്സവം 2 അന്താസ് പാർട്ടി പ്ലോട്ട് ഫെബ്രുവരി 12 2012 സ്വാഗതം 70 ഡിസംബർ 17 6,000 പരം പങ്കെടുത്ത പ്രോഗ്രാം കർണാവതി ക്ലബ്. കഴിഞ്ഞ വർഷം ഒരു ട്രയൽ ബേസിസിൽ നമ്മൾ നടത്തിയ കൾച്ചറൽ ഫെസ്റ്റിവൽ, ഫുഡ് ഫെസ്റ്റിവൽ, സപ്തതി സംഗമം, ഇതിൻ്റെ എല്ലാം ഒരു പ്രധാന പങ്ക് വഹിക്കാനും അതിനെന്തെങ്കിലും ചെയ്യാനും കഴിഞ്ഞ ഇലയ്ക്ക് എനിക്ക് ഇതേപോലെ നിങ്ങളെ അനുസംബോധന ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതിന് സർവേസിന് നന്ദി. വളരെയധികം സന്തോഷം നിങ്ങളോടെല്ലാവർക്കും എനിക്കതിൽ പ്രകടിപ്പിക്കാനുണ്ട്. ഇത്തരം മെഗാ പ്രോഗ്രാമിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു പരിധിവരെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന നമ്മുടെ സംസ്കാരത്തിനെ എങ്ങനെ വരും തലമുറയ്ക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും, അവർക്കുള്ള കഴിവ് പ്രതിഭകളെ ഏത് നിലയ്ക്ക് നമുക്ക് കലാശക്തി അവരുടെ കഴിവുകൾ എങ്ങനെ പ്രദർശിപ്പിക്കാൻ കഴിയും, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നിലവിലിരിക്കുന്ന പരിപാടികളനുസരിച്ച് വാർഡ് തലത്തിൽ കലാപരിപാടികളും കായിക പരിപാടികളും പ്രതിഭകളെ കണ്ടെത്തി സ്റ്റേറ്റ് തലത്തിൽ എത്തിക്കുക, ഫെയ്മ ത്രൂ ഇന്ത്യ ലെവലിൽ എത്തിക്കുക എന്നൊരു പ്രധാന കർമ്മം നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എല്ലാ കലാകാരന്മാർക്കും കലാകാരിക്കും അതിയായ പ്രോത്സാഹനം നൽകി അത് വളരെ നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊരു ആപത്ഘടനയിലും ഇന്നും സമാജ സ്നേഹികൾ, സമാജത്തിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് അവിടെ എത്തി അവർക്ക് വേണ്ട സഹായം നൽകാൻ, ധനസഹായം അല്ലെങ്കിലും എല്ലാ രീതിയിലും സഹായം നൽകാൻ ആപത്ഘടനയിൽ അഹമ്മദാബാദ് കേരള സമാജം സന്നിധരായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇന്ന് നമുക്ക് അനുഭവപ്പെടുന്നത്. മലയാളം മിഷൻ നമ്മുടെ സംസ്കാരത്തിന് ഒരു ഭാഷയെ, ഒരു സംസ്കാരത്തിൽ കൂടെ പുതിയ തലമുറയെ എത്തിച്ചു കൊടുക്കുക, സാമ്പത്തിക ഭദ്രതയെ അടിസ്ഥാനപരമാക്കി പ്രവർത്തിച്ചു വരുന്ന അഹമ്മദാബാദ് കേരള സമാജം കോഓപ്പറേറ്റീവ്, കഡീസ് സൊസൈറ്റി, അക്ഷയ അക്കാഡമി, പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉയർന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ അഹമ്മദാബാദ് കേരള സമാജം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ആർട്സ് വിഭാഗം, സ്പോർട്സ് വിഭാഗം, അതോടൊപ്പം തന്നെ നമ്മൾക്കെല്ലാം ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി എന്ന ഒരു പ്രഖ്യാപനത്തിൽ കൂടെ നമ്മൾ നടത്തി വരുന്ന നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പ്, അങ്ങനെ പലവിധ വിഭിന്നമായ സാമൂഹിക സേവനങ്ങൾ, ഓർഫനേജ്, വിസിറ്റിംഗ് ഓർഫനേജ്, ഓൾഡ് ഏജ് ഹോംസ്, സ്ലംസ് ഏരിയ, ഇങ്ങനെ നിരന്തരമായി ജീവകാരുണ്യങ്ങൾ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഇന്ന് ഒരു മലയാളിക്ക് നമ്മുടെ ജന്മഭൂമിയിൽ നിന്നും വിട്ട് കർമ്മഭൂമിയിൽ വസിക്കുന്ന നമ്മൾക്ക് ഒരു മലയാളിക്ക് വേണ്ട ഏത് തരത്തിലുള്ള സഹായ സഹകരണങ്ങളും അവരുടെ സംസ്കാരത്തെ നിലനിർത്താനും അവരുടെ എല്ലാ രീതിയിലുള്ള വെൽഫെയർ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഏത് രീതിയിൽ നോക്കിയാലും നമുക്കതിന് കഴിയുന്നു എന്ന് അഹമ്മദാബാദ് കേരള സമാജത്തിന് തീർച്ചയായിട്ടും അഭിമാനിക്കാം. അതെല്ലാം കഴിയുന്നത് തീർച്ചയായിട്ടും 72 വർഷത്തോളം പാരമ്പര്യമുള്ള അഹമ്മദാബാദ് കേരള സമാജത്തിൻ്റെ സംസ്കാരമാണ്. 6000-ൽ പരം കുടുംബങ്ങൾ ഉള്ള മെമ്പേഴ്സായിട്ടുള്ള അവരുടെ ഓരോരുത്തരുടെയും വളരെ വിശേഷകരമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ്, ആക്ടിവിറ്റി, വിശ്വാസം, സ്വാധീനം, സാന്നിധ്യം, ഇതെല്ലാം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് കഴിയുന്നത്. തുടർന്നും ഇതുപോലുള്ള സഹകരണങ്ങൾ, ഇതുപോലുള്ള പരിപാടികൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു വ്യക്തിയുടെയോ ഒരു കമ്മിറ്റിയുടെയോ സെൻട്രൽ കമ്മിറ്റിയുടെയോ വാർഡ് കമ്മിറ്റിയുടെയോ മാത്രം പ്രവർത്തനം കൊണ്ട് നടക്കുന്നതല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഇവിടെ വരാൻ പറ്റാത്ത നമ്മുടെ മെമ്പേഴ്സിൻ്റെയും ആർദ്രമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത് നടക്കുന്നത്. എന്നും എപ്പോഴും അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഈ മനോഹരമായ കൾച്ചറൽ ഫുഡ് ഫെസ്റ്റ് 2017 ഇതിന് സഹകരിച്ച എല്ലാ സ്പോൺസേഴ്സും, അതുപോലെ തന്നെ ഇന്നിവിടെ നിങ്ങൾ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കലാപരിപാടികൾക്ക് പങ്കെടുത്ത എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെ അച്ഛനമ്മമാരും 1-1.5 മാസത്തോളമായി അവർ പ്രാക്ടീസ് കൊണ്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. കൂടാതെ നാട്ടിൽ നിന്ന് വന്ന കലാകാരികൾക്കും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച സെൻട്രൽ കമ്മിറ്റി എല്ലാ മെമ്പേഴ്സും, പ്രത്യേകിച്ചും നമ്മുടെ കൂടെ പ്രവർത്തിച്ച CV നാരായൺ സർ, ഹരികൃഷ്ണൻ, NS നായർ, ഗിരീശൻ, ടെഷൻ നാരായൺ, രവി കുറുപ്പ്, NS ബാബു, രാജേന്ദ്രൻ, അലക്സ്, ലൂക്കോസ്, രാജ്കുമാർ, മനു, വിജയൻ സർ, ജയറാം, സ്പോർട്സ് സെക്രട്ടറി ജോൺ, ബെന്നി,
ഇവർക്ക് എല്ലാവർക്കും ഈ സമയത്ത് തീർച്ചയായും അവരുടെ സഹായവും ഏത് സമയവും നമ്മൾ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ വേണ്ടവിധ എല്ലാ സമയാസരണം എല്ലാ അഡ്വൈസുകളും ചെയ്ത നമ്മുടെ പ്രസിഡൻറ്റ് ജോൺ ജേക്കബ് മാത്യു സാർ ഇവിടെ തന്നെ ഉണ്ട്, മോഹൻ നമ്പ്യാർ സാർ, കൂടാതെ പ്രൊഫസർ കോശി സറായ അഹമ്മദാബാദ്, JK ശിവൻ സാർ. ഇതിനെല്ലാം ഉപരിയായി നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളതാണ് പ്രൊഫസർ ഷിബു നായർ, നേരത്തെ അനൗൺസ് നമ്മൾ കേട്ടു, കാർമൽ എഡ്യൂക്കേഷൻ. വളരെ ഒരു പ്രോമിസിങ് എൻ്റർപ്രനർ ആണ് അദ്ദേഹം. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ നമ്മളിവിടെ വിളിക്കുന്നുണ്ട് ആസ് എ സ്പോൺസേഴ്സ് ഫെലിസിറ്റേഷൻ. അഹമ്മദാബാദിന് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷനായിട്ടാണ് കാർമൽ ഇവിടെ വന്നത്. പരിചയപ്പെട്ട അന്ന് മുതലേ ഞാൻ പറഞ്ഞു, തീർച്ചയായും ഷിബുവിന് പ്രോമിസ് ചെയ്തിരുന്നു നിങ്ങളുടെ ഈ ഒരു സംരംഭം അഹമ്മദാബാദിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും തീർച്ചയായിട്ടും ഉണ്ട്. ബോംബെയിൽ 3000 ചില്ലാനും കുട്ടികൾക്ക് ട്യൂഷൻ പകർന്നു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അദ്ദേഹത്തിനുള്ളത്. അത് നമുക്ക് എല്ലാ രീതിയിലും സഹകരിക്കുക. കൂടുതൽ മുന്നോട്ടുള്ള എല്ലാ സമാജത്തിൻ്റെ പ്രോഗ്രാമുകളിലും നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമാജത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എല്ലാം കേന്ദ്രീകരിച്ചു വെച്ചുകൊണ്ട് ഒരു ഫിലിം നിങ്ങൾക്കിവിടെ കാണാം. അതിനകത്ത് ആക്ടിവിറ്റീസിനെ കൂടുതൽ ഞാൻ കൂടുതൽ എലാബറേറ്റ് ചെയ്യുന്നില്ല, നേരിൽ കാണാവുന്നു. നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിതാ. അഹമ്മദാബാദ് കേരള സമാജം, ദ മോസ്റ്റ് വൈബ്രന്റ് മറുനാടൻ മലയാളി കൂട്ടായ്മ. 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സഹൃദയരായ ഒരു കൂട്ടം തുണിമിൽ തൊഴിലാളികൾ ചേർന്ന് രൂപം കൊടുത്ത അഹമ്മദാബാദ് കേരള സമാജം ഇന്ന് ഗുജറാത്തിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയാണ്. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി വേർതിരിവുകളുടെ വേലിക്കെട്ടുകളില്ലാതെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന 5000-ൽ പരം ആജീവനാന്ത അംഗങ്ങളാണ് ഇന്ന് സമാജത്തിനുള്ളത്. ഈ അംഗങ്ങൾ തന്നെയാണ് സമാജത്തിൻ്റെ ശക്തിയും സമ്പത്തും. 71 വർഷത്തെ നീണ്ട യാത്രയിൽ പല പ്രതിസന്ധികളും സമാജത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവയെല്ലാം അതിജീവിച്ച് നിശ്ചയദാർഢ്യത്തോടെ മുന്നേറാൻ കഴിഞ്ഞത് ഓരോ അംഗങ്ങളുടെയും നിസ്സീമമായ സഹകരണവും ആത്മവിശ്വാസവും ഒന്നുകൊണ്ട് മാത്രമാണ്. സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ശേഷം സമാജ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി. തുടർന്ന് അഹമ്മദാബാദ് നഗരത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും വാർഡുകൾ സജീവമായി. കേരളോത്സവങ്ങളും 2015-ൽ 1 വർഷം നീണ്ടുനിന്ന സപ്തതി ആഘോഷങ്ങളും സ്വാഗതം സെവന്റിയും സപ്തതി സംഗമവും അംഗങ്ങളിൽ കൂടുതൽ ഉണർവും ആവേശവും പകർന്നു. AKS കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് സപ്ലൈ സൊസൈറ്റി ലിമിറ്റഡ് സമാജാംഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കി 2014-ൽ തുടക്കം കുറിച്ച ക്രെഡിറ്റ് സൊസൈറ്റി കഴിഞ്ഞ 2 വർഷമായി കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. 2004-ൽ തുടക്കം കുറിച്ച സമാജം ന്യൂസ് ലെറ്റർ ഇന്ന് കെട്ടിലും മട്ടിലും ഉള്ളടക്കത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രവാസി പ്രസിദ്ധീകരണമായി മാറിക്കഴിഞ്ഞു. കലാ കായിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സമാജം എന്നും മുൻഗണന കൊടുത്തു വരുന്നു. സ്ത്രീകളെയും യുവാക്കളെയും സമാജത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര തലത്തിൽ വനിതാ വേദിക്കും യുവവേദിക്കും രൂപം കൊടുത്ത് പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ശ്രമിച്ചു വരുന്നു. അക്ഷയ അക്കാദമിയിലൂടെ യുവാക്കൾക്കായി പ്രത്യേകം പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. മറുനാടൻ മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിനായി കേരള സർക്കാരിൻ്റെ മലയാളം മിഷൻ പദ്ധതി ഗുജറാത്തിൽ മുഴുവനും
പ്രാവർത്തികമാക്കി വരുന്നു. അഹമ്മദാബാദിൽ മാത്രം 12 പഠന കേന്ദ്രങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ വർഷം കണിക്കൊന്നയുടെ 2ാമത്തെ ബാച്ചും പരീക്ഷ എഴുതി സ്തുത്യർഹമായ വിജയം കൈവരിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തെ കാലയളവിൽ നടന്ന സമാജം പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഓണച്ചമയം 2016 ശ്രീനാരായണ കൾച്ചറൽ മിഷൻ ക്യാമ്പസിൽ ഓണാഘോഷം വിവിധ വാർഡുകളിൽ ഗാട്ട്ലോഡിയ, നറോഡ, നോബൽ നഗർ, തൽത്തേജ്, വസ്ത്രാപൂർ, ബൊപ്പൽ, കൃഷ്ണനഗർ, മണിനഗർ, ബജൽപൂർ, നിർണയ നഗർ, സബർമതി എന്നീ വാർഡുകളിൽ ഉത്സാഹപൂർവം ഓണാഘോഷം കൊണ്ടാടുകയുണ്ടായി. ഗാന്ധി ജയന്തി ആഘോഷം, കേരള പിറവി ദിനാഘോഷം, ഫെഗ്മ ഫിനാലെ ഗാന്ധിധാമിൽ, ഫെഗ്മ യൂത്ത് ഫെസ്റ്റിവൽ, അഖിലേന്ത്യാ യുവജനോത്സവം ബറോഡയിൽ, സൂര്യ ഫെസ്റ്റിവൽ, മോഹിനി നൃത്യതി 2015, ONVK അക്ഷരാഞ്ജലി, ബ്രഹ്മാനന്ദൻ മ്യൂസിക്കൽ അവാർഡ് മത്സരം, ഉത്തരായൺ, AKS കൈറ്റ് ഫെസ്റ്റിവൽ 2016, AKS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുതിയ കെട്ടിടത്തിലേക്ക്, AKS ഇൻഡോർ ഗെയിംസ്, AKS ഫുട്ബോൾ ടൂർണമെൻറ്റ്, AKS ബാസ്കറ്റ്ബോൾ വോളിബോൾ ടൂർണമെൻറ്റ്, ഫുഡ് ഫെസ്റ്റിവൽ ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ അറ്റ് ഔഡ ഗാർഡൻസ്. സമാജത്തിൻ്റെ കാര്യപരിപാടികളെല്ലാം തന്നെ വൻ വിജയമാക്കാൻ സഹകരിച്ച ഓരോ അംഗങ്ങളോടും അഭ്യുദയകാംക്ഷികളോടുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തട്ടെ. തുടർന്നും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അഹമ്മദാബാദ് കേരള സമാജം നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ശ്രീ മധുസൂദനൻ സർ. മധുസൂദനൻ എസ് വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച് ഇന്ന് ഒരു മൾട്ടിനാഷണൽ ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ശ്രീ മധുസൂദനൻ നിർമ്മൽ എനർജി ലിമിറ്റഡ് എന്ന സ്ഥാപനം 1998 ആരംഭിച്ച് 2006 പബ്ലിക് ലിമിറ്റഡ് ആകുകയും ഇന്ന് USA തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ബിസിനസ് വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥാപനമാണ് നിർമ്മൽ എനർജി. ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ്സ്, ബർണേഴ്സ് കൂടാതെ എനർജി സേവിംഗ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സിൻ്റെയും ബിസിനസ്സിൽ നിർമ്മൽ എനർജി അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. ഇന്നത്തെ ഈ കൾച്ചറൽ ഫെസ്റ്റിൻ്റെ സ്പോൺസർമാരിൽ ഒരാളായ ശ്രീ മധുസൂദനൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ശ്രീകുമാർ പിള്ളൈ. ശ്രീകുമാർ പിള്ളൈ ശ്രീകൃഷ്ണ ഇൻഡസ്ട്രീസ് കഴിഞ്ഞ 30 കൊല്ലമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനത്തിൻ്റെ അമരക്കാരനാണ് ശ്രീകുമാർ പിള്ളൈ. ടെക്സ്റ്റൈൽസ്, പേപ്പർ, ഫുഡ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഓയിൽ എക്സ്പ്ലോറേഷൻ എന്നീ മേഖലകളിൽ അവർക്ക് വേണ്ട മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന സ്ഥാപനമാണ് ശ്രീകൃഷ്ണ ഇൻഡസ്ട്രീസ്. സാമൂഹിക സാംസ്കാരിക രംഗത്ത് എന്നും തൽപരനായ ശ്രീകുമാർ പിള്ളൈ സമാജ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഇന്നത്തെ കൾച്ചറൽ ഫെസ്റ്റിൻ്റെ സ്പോൺസർമാരിൽ ഒരാളായ ശ്രീകുമാർ പിള്ളയെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ശ്രീ ഷൺമുഖൻ ജെ. ഷൺമുഖൻ ജെ അഹമ്മദാബാദ് മലയാളികളുടെ സ്വന്തം ശംഭുബായ്. വളരെ ലളിതമായ രീതിയിൽ ആരംഭിച്ച് ഇന്ന് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൻ്റെ അമരക്കാരൻ. ദേവി ഫാബ്രിക്കേറ്റേഴ്സ് എന്ന പേരിൽ കേഡ ഡിസ്ട്രിക്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം അമുൽ ഡയറി, NDDB തുടങ്ങിയ നിരവധി വലിയ സ്ഥാപനങ്ങളുമായി ബിസിനസ് പ്രൊജക്ട്സ് ചെയ്തു വരുന്നു. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ ദേവി ഫാബ്രിക്കേറ്റേഴ്സ് ആണ്. അഹമ്മദാബാദ് കേരള സമാജത്തിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും നിസ്സീമമായി സഹകരിച്ചു വരുന്ന ശംഭുവായിക്ക് സ്വാഗതം. ഇന്നത്തെ കൾച്ചറൽ ഫെസ്റ്റിൻ്റെ സ്പോൺസർമാരിൽ ഒരാളായ ശ്രീ ശംഭുവായിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ശ്രീ പ്രേംചന്ദ്രൻ സർ. പ്രേമചന്ദ്രൻ കെ. SA എയർ കണ്ടീഷനിംഗ് ശൃംഖലയുടെ സ്ഥാപകനായ ശ്രീ പ്രേമചന്ദ്രൻ കെയെ ഇന്ന് മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല.
വളരെ സൗമ്യനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സദാ സന്നദ്ധത കാണിക്കുന്ന ശ്രീ പ്രേമചന്ദ്രൻ കേരള സമാജത്തിന് ഒരു മുതൽക്കൂട്ടാണ്. കേരള സമാജത്തിൻ്റെ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുമായി സഹകരിച്ചുകൊണ്ട് മെമ്പേഴ്സിന് വളരെ റീസണബിളായ രീതിയിൽ AC-യും മറ്റ് ഗൃഹോപകരണങ്ങളും സപ്ലൈ ചെയ്തു വരുന്ന കാര്യവും ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഇന്നത്തെ കൾച്ചറൽ ഫെസ്റ്റിവലിൻ്റെ സ്പോൺസർമാരിൽ ഒരാളായ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് പ്രേംചന്ദ്ര സാറിന് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മളുടെ അടുത്ത അതിഥിയെ ക്ഷണിക്കുകയാണ്. ശ്രീ B. അനിൽകുമാർ. അനിൽകുമാർ B. നായർ. ഇന്ന് അഹമ്മദാബാദിലെ മലയാളികൾക്ക് വളരെ സുപരിചിതനാണ് ശ്രീ അനിൽകുമാർ. അഹമ്മദാബാദ് കേരള സമാജം ഭോപ്പാൽ വാർഡിന്റെ ഫൗണ്ടർ പ്രസിഡന്റും സമാജം പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യവുമാണ് ശ്രീ അനിൽകുമാർ. സമാജത്തിന്റെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് നല്ലൊരു തുക സമാഹരിക്കാൻ സഹായിച്ച ശ്രീ അനിൽകുമാർ ഒരു തികഞ്ഞ സമാജ സ്നേഹിയാണ്. ഈ കൾച്ചറൽ ഫെസ്റ്റിന്റെ സ്പോൺസർമാരിൽ ഒരാളായ ശ്രീ അനിൽകുമാർ B. നായരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ശ്രീ യോഹന്നാൻ. യോഹന്നാൻ വർഗീസ് കഴിഞ്ഞ 25 വർഷങ്ങളായി അഹമ്മദാബാദിൽ പ്രവർത്തിച്ചു വരുന്ന ഹെവൻ എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനത്തിന്റെ സാരഥി. നല്ലൊരു എന്റർപ്രീനിയർ കൂടിയായ ഇദ്ദേഹം അഹമ്മദാബാദ് കേരള സമാജത്തിന്റെ നല്ലൊരു അഭ്യുദയകാംക്ഷി കൂടിയാണ്. ഇന്നത്തെ ഈ കൾച്ചറൽ ഫെസ്റ്റിന്റെ സ്പോൺസർമാരിൽ ഒരാളായ ശ്രീ യോഹന്നാൻ വർഗീസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമുക്ക് ഏവർക്കും വളരെ സുപരിചിതനായ ശ്രീ ജോൺ G. വർഗീസ് സർ. ജോൺ G. വർഗീസ്. സെയിൽസ് ഇന്ത്യ എന്ന പേര് കേൾക്കാത്തവരായി ഗുജറാത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല. അഹമ്മദാബാദിന്റെ മണ്ണിൽ വന്ന് ഇത്രയും വിപുലമായ രീതിയിൽ ബിസിനസ് നടത്തി മലയാളികളുടെ അഭിമാനമായി മാറിയ ശ്രീ ജോൺ G. വർഗീസ് ഇന്ന് സെയിൽസ് ഇന്ത്യ, ഏഷ്യ സ്കൂൾ, JG ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവയുടെ സാരഥിയാണ്. ജോൺ G. വർഗീസിനെ കുറിച്ച് കൂടുതൽ വിശേഷണങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ശ്രീ ജോൺ G. വർഗീസ് വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും മറ്റ് ബിസിനസ് രംഗങ്ങളിലും മലയാളികൾക്ക് മാതൃകയാണ്. ഇന്നത്തെ ഈ കൾച്ചറൽ ഫെസ്റ്റിന്റെ സ്പോൺസർമാരിൽ ഒരാളായ ശ്രീ ജോൺ G. വർഗീസ് സാറിനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ശ്രീ അഭിലാഷ് മുരളീധരൻ. അഭിലാഷ് മുരളീധരൻ ഫാം ഗ്രൂപ്പ് എന്ന സ്ഥാപനം കഴിഞ്ഞ 10 വർഷമായി റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, IT ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ്, മീഡിയ, മൈനിങ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് അഗ്രികൾച്ചർ എന്നീ മേഖലകളിൽ ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് നടത്തിവരുന്നു. ഈ സ്ഥാപനത്തിന്റെ സാരഥിയാണ് ശ്രീ അഭിലാഷ് മുരളീധരൻ. ഇന്നത്തെ ഈ കൾച്ചറൽ ഫെസ്റ്റിന്റെ സ്പോൺസർമാരിൽ ഒരാളായ ശ്രീ അഭിലാഷ് മുരളീധരനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് ശ്രീ സുധീർ മാരാർ. സുധീർ മാരാർ എന്നും അഹമ്മദാബാദ് കേരള സമാജത്തിന്റെ ഒരു നല്ല അഭ്യുദയകാംക്ഷിയായ ശ്രീ സുധീർ മാരാർ മലയാളികൾക്ക് വളരെ സുപരിചിത മുഖമാണ്. നല്ലൊരു സമാജം പ്രവർത്തകൻ കൂടിയാണ് ശ്രീ സുധീർ മാരാർ. എന്നും സമാജ പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക സഹകരണങ്ങൾ നൽകി വരുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ മാരാർ. ഇന്നത്തെ കൾച്ചറൽ ഫെസ്റ്റിന്റെ സ്പോൺസർമാരിൽ ഒരാളായ ശ്രീ സുധീർ മാരാറിനെ ഈ വേദിയിലേക്ക് സദയം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ശ്രീ ശശിധരൻ സർ. ശശിധരൻ CM ഫെഡറൽ ബാങ്കിന്റെ ചീഫ് മാനേജറായി അഹമ്മദാബാദിൽ സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ശശിധരൻ AKSന്റെ ഒരു അഭ്യുദയകാംക്ഷിയും സമാജത്തിന്റെ സംരംഭങ്ങളിൽ നിറസാന്നിധ്യവുമാണ്.
തൃശൂർ കുന്നംകുളം സ്വദേശിയായ ശ്രീ ശശിധരൻ തികഞ്ഞ ഒരു കലാകാരനാണ്. ഫെയ്മ, ഫെഗ്മ തുടങ്ങിയ കലോത്സവങ്ങളിൽ കലാതിലകമായ കാവ്യ ഇദ്ദേഹത്തിൻ്റെ മകളാണ്. അഹമ്മദാബാദിൽ വന്ന നാൾ മുതൽ അഹമ്മദാബാദ് കേരള സമാജത്തിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും ചെയ്തു വരുന്ന ശ്രീ ശശിധരൻ CMനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് ശ്രീ JK ശിവൻ സർ. JK ശിവൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോർപ്പറേറ്റ് ബാങ്കിങ്ങിൻ്റെ ജനറൽ മാനേജറായ ശ്രീ JK ശിവൻ അഹമ്മദാബാദ് കേരളീയർക്ക് വളരെ സുപരിചിതനാണ്. AKSന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ സഹകരണങ്ങളും എക്കാലത്തും ചെയ്തു വരുന്ന ശ്രീ JK ശിവൻ AKSന്റെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. ഇന്നത്തെ ഈ കൾച്ചറൽ ഫെസ്റ്റിന് എല്ലാവിധ സഹായ സഹകരണവും നൽകിയ ശ്രീ JK ശിവൻ സാറിനെ ഈ വേദിയിലേക്ക് സദയം സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ഷിബു നായർ. പ്രൊഫസർ ഷിബു നായർ മുംബൈയിലെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രൊഫസർ ഷിബു നായർ കാർമൽ എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ്. കാർമൽ എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന് അഹമ്മദാബാദിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കൾച്ചറൽ ഫെസ്റ്റിന്റെ മുഖ്യ സ്പോൺസർ കൂടിയായ പ്രൊഫസർ ഷിബു നായരെ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. Distinguished guests, office bearers of Ahmedabad Kerala Samajam, my dear friends, first of all, I would like to thank the office bearers as well as the members of Kerala Samajam Ahmedabad for making me a part of this program where you are showcasing the culture of Kerala in Ahmedabad. Having been a part of the Malayali Association of Mumbai, I can say for sure, sir, today that your organizational capacity, the capability of Ahmedabad Kerala Samajam is much, much, much better than that of Mumbai Kerala Samajam. You are number one. I am so happy to be a part of this. Be it Mumbai or be it Ahmedabad or Calcutta or Delhi,
I always see two generations of Malayalis. One like me and you, the elderly lot, who has been born in Kerala, but had come in search of job to Gujarat or to Mumbai, but always want to go back to Kerala. Today when I was sitting over there, watching a clip of Kerala, I thought of my father staying in a village over there alone because he's so attached to the place where he stays. I know that is the case with most of the Malayalis over here. Our father and mother, they stay over there. We try to bring them with us because we have everything over here, but they politely tell us we are happy over there, or we don't have a choice. We have to come and work over here. Whenever I get a chance or you get a chance, we try to go back and spend a bit of time with them, our friends. And the other generation, our kids. I have two kids, one in 11th standard and one in 2nd standard. They love Mumbai more. Your kids love Ahmedabad more. But I always tell my kids, remember that your father, your grandparents are waiting for you over there in Kerala just because they feel one day these kids will come over there and stay with them. So whenever you get a chance, my dear children, make it a point to visit Kerala, such a beautiful state. Make it a point to spend some time with your grandparents, give them a hug. And the days you spend with them will give them energy to wait for another year, which no medicines can give them, so that they can give you a hug again. Today, watching this program, I would like to congratulate all the participants and all those teachers who have trained. Them being a teacher, I feel immensely happy to see these wonderful kids perform their heart out over here. One request to make. We are new in Ahmedabad. In Mumbai, parents like us because we bring happiness to their kids. Children like us because we try to tell them they are as good or better than anyone else around. When I came over here, Sri Ramachandran, Mr. Narayanan, Mr. N.S. Nair and all the office bearers of Kerala Samajam helped me a lot in the initial phase. I am extremely thankful to everyone in Kerala Samajam. On 22nd of this month, that's coming Sunday, 10 o'clock in the morning, in AMA Hall, we have organized a seminar for parents and children. It will not be a conventional seminar, it will be a talk between we, parents and kids together, where we discuss what can be done to make our kids' future better. I know Malayalis everywhere, irrespective of they earn less or more, they think of the future of their kids always. I request you to please spend 1 or 2 hours next Sunday, 10 o'clock with us. Thank you so much for giving this respect. In the future, you require us anytime for anything. I promise we will be there with you. Thank you once again. Thank you everyone over here. ഇതോടുകൂടി ഈ സമ്മാന ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനത്തിൽ പിന്നണിയിൽ പ്രവർത്തിച്ച മിസ്റ്റർ ജെ.സി. ബാബുവിനെ ഞാൻ 1 മിനിറ്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ജെ.സി. ബാബു ഇതിൻ്റെ മാത്രമല്ല, ഒരുപാട് വിഷ്വൽസിന് നമ്മളെ സഹകരിച്ച, നമ്മൾ വിചാരിച്ച അതേ രീതിയിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു. ജെ.സി. ബാബു 1 മിനിറ്റ് സ്റ്റേജിലേക്ക് വരിക. താങ്ക് യു ബാബേട്ട.